അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഷിംജിത രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഷിംജിത ആരും മറന്നു കാണില്ലെന്ന് വിശ്വസിക്കുന്നു. മറന്നവർക്ക് ഞാൻ ചെറുതായി ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം. നമ്മുടെ പഴയ ദീപക് ഷിംജിത ബസ് ഇഷ്യൂ ഇല്ലേ, അത് തന്നെ. എന്തായാലും ഷിംജിത ഒരു പുതിയ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഈ ജേഴ്സി ഇട്ടിട്ട് പുറത്തു പോകണമെങ്കിലേ അതിനൊരു അപാര ധൈര്യം തന്നെ വേണം. അതെന്തിനാണ് അപാര ധൈര്യം? ആരാധന മാത്രം പോലെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ഫുട്ബോൾ കാണുകയും കളിക്കുകയും ചെയ്യാറുണ്ട്. അവർ ഓരോ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരിഷ്ടപ്പെട്ട ജേഴ്സിയും ധരിക്കും. അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ആരാധനയാണ്, അല്ലാതെ ധൈര്യമല്ല. ധൈര്യം എന്നുള്ളതല്ല, ഒരു ഹൃദയം വേണം. ഇപ്പം അങ്ങനെയാ. തൊട്ടു മുമ്പ് പറഞ്ഞ ധൈര്യമൊന്നും ഇപ്പം പറയുന്ന ഹൃദയമൊന്നും. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. ഒറ്റ കാര്യം, ഒരു 10 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ പറയുന്നത് ശരിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ തെറ്റോ? ഇപ്പം നിന്റെ കേസ് പറയുകയാണെങ്കിൽ നിന്നെ എല്ലാവരും എതിർക്കാൻ എന്താണ് കാരണം? ആ വീഡിയോ കാണുന്ന ചോറ് തിന്നുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും 100% തെറ്റും നിന്റെ ഭാഗത്താണെന്ന്. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ന്യായീകരിച്ച് മെഴുകാത്തതാണ് നല്ലത്. പൊതുവെ ആളുകളില്ലേ, പലപ്പോഴും സത്യത്തിന്റെ ശരിയുടെ കൂടെ ഒന്നല്ല. കുറെ ആളുകൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ, അല്ലെങ്കിൽ ഒച്ചത്തിൽ എന്താണോ കേൾക്കുന്നത് അതിന്റെ കൂടെയാണ്. ഒച്ചത്തിൽ കേൾക്കുമ്പോഴല്ലേ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്, അല്ലാതെ ഒരാളോട് നമ്മൾ സ്വകാര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോ ഇത് ശരിയാണോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിലേ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. ഒരു ധൈര്യവും വേണ്ട. ഇപ്പം ഞാൻ ഇന്നലെയും കൂടി പുറത്തിറങ്ങിയാൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരാളോട് വഴി ചോദിച്ചു. ആ വഴി എല്ലാവരും സഞ്ചരിക്കുന്നുണ്ട്. അപ്പം ഞാനും ഇങ്ങനെ ചിന്തിക്കണേണ്, ആ വഴി പോയി ഇന്ന സ്ഥലത്തെത്തും, എല്ലാവരും അതിലെയാണ് പോകുന്നതെന്ന് പറഞ്ഞാലോ? ഒരിക്കലുമില്ല. നമുക്കറിയില്ലെങ്കിൽ ഒരാളോട് ചോദിക്കണം, ഇന്ന വഴി പോയി ഇന്നടത്ത് എത്തുമെന്ന്. ഒരു ലോജിക്കുള്ള ഉദാഹരണം ഉണ്ട്. ജനക്കൂട്ടത്തിന്റെ കൂടെ പോവാന് വലിയ ധൈര്യമൊന്നും വേണ്ട. ആ പറഞ്ഞത് ന്യായം. ജനക്കൂട്ടത്തിൻ്റെ കൂടെ പോകാൻ ഒരു ധൈര്യവും വേണ്ട, ഒറ്റയ്ക്ക് പോകാനാണ് ധൈര്യം വേണ്ടത്. എന്നാ സത്യത്തിന്റെ ശരിയുടെ നീതിയുടെ ന്യായത്തിന്റെ കൂടെ ഒറ്റക്ക് നിൽക്കണമെങ്കിലേ അതിനൊരു ഹൃദയം തന്നെ വേണട്ടാ. അവിടെ ഹൃദയമല്ല വേണ്ടത്, മനക്കട്ടിയും ചങ്കൂറ്റവും. പറഞ്ഞത് എപ്പോഴും വിത്ത് ബ്രസീൽ. പോയി വരാം, ശരി. കേട്ടില്ലേ? ഷിംജിത്ത് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് 10 പേർ ഒരു കാര്യത്തെ എതിർത്താലും ആ 10 പേരുടെ ഭാഗത്ത് ന്യായം ഉണ്ടാകണം എന്നില്ല. കൂടാതെ ജനങ്ങൾ നീതിയുടെയും സത്യത്തിന്റെയും ഭാഗത്തല്ല നിൽക്കുന്നത്, എല്ലാവരും പറയുന്നതിന്റെ ഒപ്പമാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ എല്ലാ ജനങ്ങളും അങ്ങനെയല്ല. സത്യത്തിന്റെ ഒപ്പം തല പോയാലും വ്യതിചലിക്കാതെ നിൽക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ബാക്കി ഭാഗവും കൂടി കേട്ടു നോക്കാം. ഞാനിപ്പോ എന്തൊരവസ്ഥയിലുള്ളത് എന്നറിയോ? ആരെങ്കിലും എന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിന് വന്നു കഴിഞ്ഞാല് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയില് എന്ത് കാര്യം ഇരിക്കുന്നു? നിങ്ങളുടെ ഭാഗത്ത് സത്യവും ന്യായവും ഉണ്ടെങ്കിൽ ഒരിക്കലും എതിർക്കാതെയും റിപ്ലൈ കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് സത്യമാണെന്നല്ല അർത്ഥം. ഒരാളിപ്പോ എന്നോട് പറയാണ് ഇത് നട്ടുച്ചയാണ്. ഓക്കെ, ആരൊക്കെ മറക്കാൻ കഴിയുന്നു? ഓക്കെ, ഇതൊക്കെ വല്ല നഴ്സറി കുട്ടികളോടോ LKG കുട്ടികളോടോ പറഞ്ഞാൽ വിശ്വസിക്കും, അല്ലാതെ ബുദ്ധി വിവേകമുള്ളവർ ഈ പറഞ്ഞതൊന്നും ശരിവെക്കില്ല. എന്ന് വെച്ച് അവര് പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം. എനിക്ക് വയ്യ അവരെ കൺവിൻസ് ചെയ്യാൻ പോവാന്. ഞാൻ പഠിച്ചൊരു വലിയ പാഠമുണ്ട്. നമ്മളെ ഒരാളെ തിരുത്താൻ പോകുന്നതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ സമാധാനം. എന്തിനാ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എനർജി വെറുതെ വേസ്റ്റ് ആക്കുന്നത്? എല്ലാവരും എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടൊന്നല്ല നമ്മളടുത്ത് ആർഗ്യുമെന്റ്സിന് വരുന്നത്. നമ്മൾ ട്രെയിൻ ആക്കണം. എന്തിനാ വെറുതെ നിന്ന് കൊടുക്കുന്നത്? നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ജസ്റ്റ് അൺബോതേർഡ്. കേട്ടില്ലേ? ഷിംജിത ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കൈ കൂട്ടിയടിച്ചാലല്ലേ ഒച്ച കേൾക്കുള്ളൂ എന്നാണ്. മനസ്സിലായില്ലല്ലേ? അതായത് ഒരാൾ നമ്മൾക്കെതിരെ പ്രതികരിച്ചു വരുമ്പോൾ നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ പോകുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വഷളാവുന്നത് എന്നാണ് ഷിംജിത ഉദ്ദേശിച്ചത്. പക്ഷെ ഷിംജിതക്കെതിരെ ജനങ്ങൾ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ ഷിംജിത പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എതിർക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ ഏറ്റവും നല്ല മറുപടി മൗനം തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.